ഇവരിവിടെ കൊണ്ടുവിടില്ല. വൃദ്ധസ്ഥാനത്ത് അത്രയ്ക്ക് ഗുണമുള്ള കീർത്തനമാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. ചൊല്ലി നോക്കിയോന്ന് രാമരാമ ചൊല്ലിട്ട് കേട്ടിട്ട് കാര്യമില്ല. കുഞ്ഞ് കേൾക്കട്ടെ. ഞാനിത് ചൊല്ലി തുടങ്ങിയപ്പോ ഇതാ അമ്മമാരുടെയൊക്കെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് കാണാമായിരുന്നു. ഞാൻ ഓർത്തു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ എന്ന് വിചാരിച്ചു. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ വിരിയാത്ത സ്വന്തക്കാരൻ. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ചിന്തിക്കണം, എല്ലാം ഉണ്ടായിട്ടൊന്നുമില്ലാത്ത അമ്മമാർ, അച്ഛന്മാർ. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നെടുക്കുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും. കടതീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പറന്നു പോകും, അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ശരിയല്ലേ? നോക്ക് നോക്കി. നിങ്ങൾക്ക് സ്വത്തുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉള്ളപ്പോൾ മക്കളായും മരുമക്കളായും ബന്ധുക്കളായും എല്ലാവരും ഉണ്ടായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോഴോ ഇതാ ഒറ്റപ്പെടൽ. അവിടെ ഒരു അമ്മ എന്നോട് ചോദിച്ചു, മോനെ വലിയ ഫാമിലി കൗൺസിലർ അല്ലേ, വലിയ പ്രൊഫസർ അല്ലേ, അമ്മ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞു, അമ്മ ചോദിക്കുക. കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അമ്മ ചോദിച്ചു, ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് മോന് പറയാമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഞാൻ തകർന്നു പോയി. ഞാൻ പറഞ്ഞു, അമ്മ പറ. അമ്മമാരല്ലേ ഏറ്റവും വലിയ ഗുരുനാഥ, അമ്മ പറ. അമ്മ പറഞ്ഞു, മോൻ പഠിപ്പിച്ചു കൊടുക്കണം ഈ അതാണ് ഞാൻ ഈ വേദികളിലല്ല ഇത് പറയുന്നത്. അമ്മയോട് പറഞ്ഞു, മോൻ പോകുന്ന വേദികളിലൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒറ്റപ്പെടലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. മണിമാളികയുള്ള വീടുകളിൽ അമ്മമാരെ കണ്ണുകൾ നിറഞ്ഞ് ഒറ്റയ്ക്കിരിക്കുകയല്ലേ നിങ്ങൾ, ഏകാന്തതയിൽ ഒറ്റപ്പെടുകയല്ലേ നിങ്ങൾ. എന്റെ മകനൊന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ, മകളൊന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ, അവരടുത്തൊന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ അമ്മമാരെ? ദേവാലയങ്ങളിൽ ഓടി നടക്കുന്ന മാതാപിതാക്കളോട് അരുത്. സ്വന്തം മാതാവിനെയും പിതാവിനെയും ഒരമ്മയല്ലേ ഉള്ളൂ നമുക്ക്, ഒരച്ഛനല്ലേ ഉള്ളൂ നമുക്ക്. അവരെ സ്നേഹിക്കാതെ, അവരെ ചേർത്ത് പിടിക്കാതെ എന്ത് ഗുരുസേവയാണ് നിങ്ങൾ ചെയ്യുന്നത്? മനുഷ്യത്വമുണ്ടോ നമുക്ക്? അതല്ലേ മനുഷ്യത്വം എന്ന മതം. ആ മതമല്ലേ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? സ്വന്തം മാതാവിനോടും പിതാവിനോടും കാണിക്കാത്ത മനുഷ്യത്വം ഈ സമൂഹത്തിനോട് കാട്ടുമോ? മരിച്ചു കഴിയുമ്പോ പൂമാലയിടുന്നു, മരിച്ചു കഴിയുമ്പോ അത്തമൊഴിക്കുന്നു. എന്താ കഥ? ജീവിച്ചിരിക്കുമ്പോഴോ ഈ സത്തുള്ള സമയത്ത്, ജീവനുള്ള സമയത്ത് അടുത്ത് ഒന്ന് തൊഴുതിട്ടുണ്ടോ? ആ പാദത്തിൽ ഒന്ന് നമസ്കരിച്ചിരുന്നെങ്കിൽ, ആ കവിളത്തൊന്ന് ചുംബിച്ചിരുന്നെങ്കിൽ, ഒരു ചോറ് ആ വായിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിരുന്നെങ്കിൽ. മക്കളെ ഒത്തിരി കുളിപ്പിച്ചതല്ലേ നമ്മളെ, നമ്മളെ അപ്പി കഴിയതല്ലേ എന്റെ അമ്മ. എത്ര കുളിപ്പിച്ചു നമ്മളെ. ആ അമ്മയും അച്ഛനെ ഇന്ന് നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ്. നമുക്ക് വേണ്ടി കാല് തേഞ്ഞവരല്ലേ. സ്വന്തം പാദത്തിലേക്ക് നിങ്ങൾ നോക്കണം. അച്ഛന്റെ പാദത്തിലെ ചെരുപ്പ് തേഞ്ഞു കിടക്കുമ്പോഴും മക്കൾക്ക് വേണ്ടി എല്ലാം കൊടുക്കും. ഒരു പൊതി മേടിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് വേണ്ട, വിശപ്പില്ല എന്ന് അച്ഛൻ പറയും. വിശപ്പില്ലാനിട്ടൊന്നുമല്ല, മക്കൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. നല്ല സാധനങ്ങൾ മേടിച്ചാൽ മക്കൾക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ അച്ഛന്മാര് പറയട്ടെ. ആ മനസ്സ് വായിക്കാൻ നമ്മുടെ മക്കൾക്ക് അറിയില്ല. അവരൊക്കെ എന്ത് പഠിത്തം, എന്ത് പ്രൊഫസറായിട്ട് എന്താ കാര്യം? മനുഷ്യത്വത്തിന്റെ ബോധമില്ലാത്ത പഠിത്തമാണ് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കൊടുക്കുന്നത്. അത് മാറാനാ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. അതാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. മരിച്ചു കഴിച്ചുള്ള കർമ്മങ്ങളല്ല, ജീവിച്ചിരിക്കുമ്പോൾ. ഇവിടെ ഇരിക്കുന്ന എന്റെ മഹത്വമുള്ള മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഈ ഇരിക്കുന്ന അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എത്ര പ്രായമായിക്കോട്ടെ, മരിച്ചാൽ നമ്മൾ കർമ്മം ചെയ്യുമല്ലോ. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കർമ്മം ചെയ്യും. ആ അമ്മയും അച്ഛനും നിങ്ങൾ വിളിച്ചിരുത്ത് വീട്ടിൽ അവരെ ഒന്ന് കുളിപ്പിച്ചൊരു കസേരയിൽ ഇരുത്ത്. എന്നിട്ട് ചത്ത് കഴിയുമ്പോ സങ്കല്പിച്ചിട്ട് വിളക്കാ വെക്കുന്നത്. ആ ഗണപതി ഹോമം നടത്തുമ്പോ ഇടതും വലതും 2 വിളക്ക് കാണും. ഒന്ന് ഗുരുസ്ഥാനത്തും ഒന്ന് ഗണപതി സ്ഥാനത്തും. ഗുരുവിനെ അല്ല, ഗുരുവിന് പകരം വിളക്കാ വെക്കുന്നത്, ഗണപതിക്ക് പകരം വിളക്കാ വെക്കുന്നത്. മാതാവും പിതാവും സത്ത് പോയി കഴിയുമ്പോ സങ്കല്പിച്ചിട്ട് എന്ത് വെക്കും? ഫോട്ടോ വെച്ചിട്ട് ഫ്രണ്ടിൽ ഒരു വിളക്ക്. ഇപ്പൊ ജീവിച്ചിരിപ്പില്ലേ?
നിങ്ങൾ ചെയ്യേണ്ടത് അമ്മയെ ഒന്ന് കുളിപ്പിച്ച് ഒരു കസേരയിലിട്ട് എന്നിട്ടുണ്ടല്ലോ ഒരു ഇല വെട്ടിയെടുക്കുന്ന ഒരു ദിവസമില്ല, അമ്മയുടെ പാദം ആ ഇലയിൽ ചവിട്ടി വെപ്പിക്കുക. നിങ്ങൾ വിളക്കിന്റെ പാദം അമ്മയുടെ പാദമാ, ചവിട്ടി വെപ്പിക്കുക. എന്നിട്ടേ ഒരല്പം വെള്ളം എടുക്കണം, ഒരു ഗ്ലാസ്സിൽ മാതൃപൂജ ചെയ്യാൻ പോവാ. അല്പം വെള്ളം, ഒരു പാത്രത്തിൽ അല്പം പുഷ്പം, റോസപ്പൂ ഒന്നും വേണ്ടതേ, വീടിന്റെ വാതിക്കലിരിക്കുന്ന എന്തെങ്കിലും പൂ മതി, പറിച്ചു വെയ്യ. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു മാല കെട്ട്, ചത്ത് കഴിഞ്ഞ് നാട്ടുകാരെ കാണിക്കാൻ റോസപ്പൂ മാല മേടിക്കാൻ നടക്കില്ല. ജീവിച്ചിരിക്കുമ്പോ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തി പൂങ്കിലും പറിച്ചിട്ട് ഒരു മാല കെട്ട്. നിങ്ങൾ അല്പ പുഷ്പം എടുക്ക്, അല്പ ചന്ദനം എടുക്ക്, അല്പ ഭസ്മം എടുക്ക്, ഇച്ചിരി മധുരം എടുക്ക്, പഞ്ചസാരയായാലും മതി, പാൽപ്പായസമൊന്നും വേണ്ട. എന്നിട്ട് അമ്മയുടെ പാദം ഒരു ഇലയിലേക്ക് വെച്ചിട്ട് ആ വെള്ളം എടുത്ത്, അമ്മയ്ക്കറിയാൻ കിണറ്റിലെ വെള്ളമാണ്, ഓം ഗംഗേ ജീവനോ ജീവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരിന്നൊന്നും പോകണ്ട. സപ്ത മാതാക്കളായി പുണ്യനദികളെ കണ്ടുകൊണ്ട് ആ പുണ്യനദികൾ ഇതിനെ പുണ്യമാക്കണമേ എന്ന പ്രാർത്ഥനയാണ് ശുദ്ധീകരണ ക്രിയകൾ ചെയ്യുന്നത്. അതിലേക്കൊന്നും പോകണ്ട. അമ്മയ്ക്കറിയാൻ ജീവിച്ചിരിക്കല്ലേ കിണറ്റിലെ വെള്ളമാണ്, മനസ്സിൽ കരുതിക്കൊണ്ട് എന്റെ അമ്മയുടെ പാദം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് കഴുകുക. സിനിമാരുടെ പാദം കഴുകാൻ പോകണ്ടല്ലോ, ബ്രാഹ്മണരുടെ എന്നുള്ള പാദം കഴുകാൻ പോകണ്ടല്ലോ. ഇതിൽ പരം ആരാ നമുക്കല്ലേ അമ്മയുടെ പാദം ഒന്ന് കഴുകുക. നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്യ, പുണ്യമാകും. എന്നിട്ട് ആ കാലൊന്ന് തുടച്ച് അല്പ ഭസ്മം എടുക്കണം. ഒന്ന് നോക്കണം ഈ ഭസ്മത്തിലേക്ക്. കാരണം നിന്റെ ഭൗതികമായി ഈ കാണുന്നതെല്ലാം ദാ ഇതുപോലെ ഇരിക്കും, ഭസ്മമായി മാറും. ആ ഭസ്മം ആ കാലിലേക്കൊന്ന് നോക്ക്. അല്പം ചന്ദനം എടുക്കണം, അമ്മയുടെ നെറ്റിയിൽ അല്പം തൊട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു ശകല പുഷ്പം എടുക്കുക. എന്നിട്ട് തൊഴുത് പിടിക്കണം. തൊഴുത് പിടിച്ചിട്ട് ഓം ഗുരുബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അമ്മയുടെ പാദത്തിൽ എന്നിട്ട് ആ മാല എടുത്ത് അമ്മയുടെ കഴുത്തിൽ ചാർത്ത്. സ്വർണ്ണമാലയൊന്നും വേണ്ട. എന്നിട്ട് വീണ്ടും ഒരുപിടി പുഷ്പം കൂടെ എടുക്കണം. എന്നിട്ട് ആ പുഷ്പം എടുത്ത് തൊഴുത് പിടിച്ചിട്ട്, ഇവിടെ നിങ്ങൾ മരിച്ച അമ്മയല്ല, ജീവിച്ചിരിക്കുന്ന അമ്മയാണ്. അമ്മയോട് പറയണം, ജീവിതത്തിൽ പോക്കുന്നെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും മുന്നിൽ തലകുനിക്കുക, വേറെ ആരുടെയും മുന്നിൽ തലകുനിക്കണ്ട. പറയണം, അമ്മേ അച്ഛാ, എനിക്കറിയില്ലായിരുന്നു എൻ്റെ ജീവൻ നിങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, എൻ്റെ ശരീരം നിങ്ങളുടേതാണ്. 23, 23, 46 ദിവസം ഇവര് പങ്കിട്ട് തന്നതായത്. എന്റെ ശരീരവും എന്റെ ജീവനും നിങ്ങളുടേതാണ്. എന്റെ വാക്കുകൊണ്ടോ എന്റെ കർമ്മം കൊണ്ടോ അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണേ അമ്മേ എന്ന് പറഞ്ഞ് ആ പുഷ്പം കാലിലിട്ടിട്ട് ആ നെറ്റി ആ പാദത്തിൽ ഒന്ന് മുട്ടിച്ച് നിങ്ങൾ നമസ്കരിക്കുക. എന്നിട്ട് ആ ഒരു തുള്ളി മധുരം ആ നാവിലേക്കൊന്ന് തൊട്ട് കെട്ടിപ്പിടിച്ച് ആ കവളത്തൊരു ഉമ്മ കൊടുക്കുക. ഞാൻ പറയുന്നു മക്കളെ, ഉറപ്പ് ആ അമ്മയുടെ കണ്ണുവിൽ അശ്രുധാര കൊണ്ട് നിങ്ങൾ പുണ്യമാകും. കണ്ണു മറഞ്ഞിരിക്കും. നിങ്ങളുടെ മക്കൾ അത് ചെയ്താൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ചാകുമ്പോൾ നമ്മളാണോ മക്കളാണോ അറിയാൻ പറ്റുമോ? ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഇത് ചെയ്യേണ്ടത്? ചേർത്ത് പിടിക്കില്ലേ, അനുഗ്രഹിക്കില്ലേ, പൊറുക്കില്ലേ? ഒരിക്കലെങ്കിലും ഒരു മാതാവിന്റെയും പിതാവിനും ഇത്തരത്തിൽ പൂജ ചെയ്ത മക്കൾ ഈ മാതാവിനെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കുവോ? പിതാവിനെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കുവോ? എന്തുകൊണ്ട് സംഭവിച്ചു? 12 വയസ്സ് പ്രായമാകുമ്പോഴെങ്കിലും എന്ത് ചെയ്യിക്കണമായിരുന്നു? മാതൃപൂജ ചെയ്യിക്കണമായിരുന്നു, പിതാവിന് പൂജ ചെയ്യിക്കണമായിരുന്നു. ഈ സംസ്കാരം എന്തേ നാം പഠിച്ചില്ല? നമ്മൾ ഒത്തിരി പഠിപ്പിച്ചല്ലോ മക്കളെ. എന്റെ ഈ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുന്ന സംസ്കാരം പഠിപ്പിച്ചില്ല? അതല്ലേ എല്ലാം ഉണ്ടായിട്ടും നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? മനസ്സിന്റെ വേദനയല്ലേ? ഇന്നീ നിറഞ്ഞ കണ്ണുകളൊക്കെ ഓർമ്മകളിൽ നിന്ന് നിറഞ്ഞ കണ്ണുകളാണ്. ശരിയല്ലേ? ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എനിക്കിത് സാധിച്ചിട്ടില്ലല്ലോ, എനിക്കിത് ലഭിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണ് നിറയുന്നത്. എനിക്ക് ഭാഗ്യമില്ലിപ്പോ. എൻ്റെ അമ്മ മരിച്ചിട്ട് 27 വർഷമായി. എനിക്ക് അമ്മമാരെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. ഞാൻ എൻ്റെ മക്കളോട് പറയും, കാരണം ഞാൻ ഇന്ന് രാവിലെ ഉണർന്നെണീച്ച് വരുമ്പോൾ അമ്മയുടെ ഫോട്ടോയേ ഉള്ളൂ, ഞാൻ അതിനകത്ത് തൊഴുന്നത്. എൻ്റെ മക്കൾ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല. അപ്പോ മക്കള് ചോദിക്കും ചെറുപ്രായത്തിൽ, അച്ഛൻ എന്താ ഈ ഫോട്ടോയെ തൊട്ടുവരുന്നത്? ദൈവത്തിന്റെ ഫോട്ടോ അപ്പുറത്തുണ്ടല്ലോ, പിന്നെന്താ ഇതേ തൊട്ടുവരുന്നത്? ഞാൻ പറയും, ഇതാണെന്റെ ദൈവം. അങ്ങനെ പറഞ്ഞിട്ടാവാം മക്കൾ വളർന്നു വലുതായി അവര് എവിടെ പോയാലും ഇത് ഓടി വന്ന് ഞങ്ങളുടെ പാദത്തിൽ തൊട്ടുവരും. ഇത് കാണുമ്പോൾ ഞാൻ ഓർക്കും, ഞാൻ ഗുരുമുഖമായി മാറി അറിയാതെ. എന്താ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് എൻ്റെ മക്കൾ അത് ചെയ്തത്. നിങ്ങൾ